ICSE ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2018. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം മൗണ്ട് സിൻഡ്രം, മേഘാലയ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കുട്ടനാട്. മൂന്നാമത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചെന്നൈ. നാലാമത്തെ ചോദ്യം, ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ഓപ്ഷൻ സി, നാണയം. അഞ്ചാമത്തെ ചോദ്യം, 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി, സി രാധാകൃഷ്ണൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ. 2024 NS മാധവൻ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം ഏത് മാസത്തിലാണ്? ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം ഏത് മാസത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജൂൺ. ഏഴാമത്തെ ചോദ്യം, പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആരാണ്? പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, വേലുത്തമ്പി ദളവ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, അരുണാചൽ പ്രദേശ്. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇരവികുളം. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ, വേമ്പനാട്ട് കായൽ. 11ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ നായകനായി റെക്കോർഡിട്ട ഇന്ത്യൻ സിനിമാ നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്രേം നസീർ. 12ാമത്തെ ചോദ്യം, പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത്? പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ജൂൺ 5. 13ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഫോർവേഡ് ബ്ലോക്ക്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കാശ്മീർ. 15ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, JB കൃപലാനി. 16ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, VP മേനോൻ. 17ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ധനമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേരള ധനമന്ത്രി ആരാണ്? ഉത്തരം KN ബാലഗോപാൽ. 18ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. 19ാമത്തെ ചോദ്യം, പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ സി, 12. 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പിംഗലി വെങ്കയ്യ. 21ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1942. 22ാമത്തെ ചോദ്യം, അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം? ഉത്തരം ഓപ്ഷൻ എ, കൊച്ചി തുറമുഖം. 23ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തൃശ്ശൂർ. 24ാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രസിദ്ധ
സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 25-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1956. 26-ാമത്തെ ചോദ്യം, വന്ദേമാതരത്തിന്റെ രചയിതാവ് ആരാണ്? വന്ദേമാതരത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 27-ാമത്തെ ചോദ്യം, കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. 28-ാമത്തെ ചോദ്യം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കറുത്ത മണ്ണ്. 29-ാമത് ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി മുംബൈ. 30-ാമത് ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആര്യഭട്ട. 1975-ലാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. 31-ാമത്തെ ചോദ്യം, കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ അംബേദ്കർ. 33-ാമത്തെ ചോദ്യം, മണിപ്പൂരിൽ അഫ്സപ്പ എന്ന പട്ടാളത്തിന്റെ പ്രത്യേകാധികാര നിയമത്തിനെതിരെ നിരാഹാര സമരം നടത്തിയ വനിത ആരാണ്? മണിപ്പൂരിൽ അഫ്സപ്പ എന്ന പട്ടാളത്തിന്റെ പ്രത്യേകാധികാര നിയമത്തിനെതിരെ നിരാഹാര സമരം നടത്തിയ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഇറോം ഷാനു ശർമിള. 34-ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണ. 35-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആനമുടി. 36-ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 37-ാമത്തെ ചോദ്യം, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി എഴുത്തച്ഛൻ. 38-ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ APJ അബ്ദുൽ കലാം. 39-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ റെയിൽ പാളമില്ലാത്ത ജില്ല ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ റെയിൽ പാളമില്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. 40-ാമത് ചോദ്യം, കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. 41-ാമത് ചോദ്യം, പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി മദർ തെരേസ. 42-ാമത്തെ ചോദ്യം, ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശം ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലബാർ. 43-ാമത്തെ ചോദ്യം, പ്രസന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രസന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ ശങ്കരാചാര്യർ. 44-ാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം എവിടെ വെച്ചായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ. 1917-ലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 45-ാമത്തെ ചോദ്യം, ഇന്ത്യയിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 19. 46-ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ്. 47-ാമത്തെ ചോദ്യം,
ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള ഏത്? ഉത്തരം ഓപ്ഷൻ എ നെല്ല്. 48ാമത് ചോദ്യം, റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച മിസൈൽ ഏതാണ്? റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച മിസൈൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ബ്രഹ്മോസ്. 49ാമത് ചോദ്യം, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര? ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 52 സെക്കൻഡ്. 50ാമത് ചോദ്യം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി യങ് ഇന്ത്യ. 51ാമത് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹോക്കി. 52ാമത് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യർ ആരാണ്? ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യർ ആര്? ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാർ. 53ാമത് ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. 54ാമത്തെ ചോദ്യം, തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. 55ാമത്തെ ചോദ്യം, നീലവിപ്ലവം താഴെ തന്നിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നീലവിപ്ലവം താഴെ തന്നിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി മത്സ്യം. 56ാമത്തെ ചോദ്യം, കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിൽ വനവിസ്തൃതി കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. 57ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടേതാണ് ഈ വാക്കുകൾ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി. 58ാമത്തെ ചോദ്യം, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 59ാമത് ചോദ്യം, അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 60ാമത് ചോദ്യം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. 61ാമത്തെ ചോദ്യം, കൊഴുപ്പിന്റെ ഒരു ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? കൊഴുപ്പിന്റെ ഒരു ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഫാറ്റി ആസിഡ്. 62ാമത്തെ ചോദ്യം, കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. 63ാമത്തെ ചോദ്യം, ശാസ്ത്രീയമായി മുയൽ കൃഷി ചെയ്യുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ശാസ്ത്രീയമായി മുയൽ കൃഷി ചെയ്യുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി കൂണിക്കൾച്ചർ. 64ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഏതാണ്? സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഗിർ വനം. 65ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പല്ലിന്റെ ഇനാമൽ. 66ാമത്തെ ചോദ്യം, പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏത്? പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ H1N1. 67ാമത്തെ ചോദ്യം, തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അയോഡിൻ. 68ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ കെ. 69ാമത്തെ ചോദ്യം, ശരീരത്തിലെ രാസ പരീക്ഷണശാല ഏതാണ്? ശരീരത്തിലെ രാസ പരീക്ഷണശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കരൾ. 70ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന
ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ റെഡ് ഡാറ്റ ബുക്ക്. 71ാമത് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഇരുമ്പ്. 72ാമത് ചോദ്യം. ഉത്കൃഷ്ടവാതകങ്ങൾ ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നിയോൺ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ അലസവാതകങ്ങൾ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവയാണ് അവ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ, ഒഗാനസൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ, അതായത് അലസവാതകങ്ങൾ. 73ാമത് ചോദ്യം. അന്തർവാഹിനികളിലിരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? സമുദ്രോപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? ഉത്തരം ഓപ്ഷൻ എ പെരിസ്കോപ്പ്. 74ാമത് ചോദ്യം. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? ഉത്തരം ഓപ്ഷൻ ഡി ശനി. 75ാമത്തെ ചോദ്യം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം ഏതാണ്? ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ഥിതികോർജം. 76ാമത്തെ ചോദ്യം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഡാഷ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ഉത്തരം ഓപ്ഷൻ ബി പിണ്ഡം. 77ാമത്തെ ചോദ്യം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? ഉത്തരം ഓപ്ഷൻ എ അലുമിനിയം. 78ാമത് ചോദ്യം. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അസറ്റിക് ആസിഡ്. 79ാമത് ചോദ്യം. ഐസ് ഉരുകുന്ന താപനില ഏതാണ്? ഐസ് ഉരുകുന്ന താപനില ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൽഷ്യസ്. 80ാമത് ചോദ്യം. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഷീലെ. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.